നമസ്കാരം. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാകും എന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്നത് ഒരു ചടങ്ങ് ബാക്കിയുണ്ട്. അത് ഒരു തമാശയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആരാവണമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. അത് കേരളത്തിൽ വന്ന് പറയാൻ ചുമതലപ്പെട്ട ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ കേരളത്തിലെത്തി. കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയെ ആ തീരുമാനം അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തീരുമാനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കും. പിന്നെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എതിർക്കാം. അച്ചടക്കമുള്ള ഒരു പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം ഇന്നയാളാണെന്ന് അറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ, എന്ന് വെച്ചാൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് ആര് മത്സരിച്ചാലും അത് പാർട്ടി വിമതനാണ് അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധനാണ്, അത് അച്ചടക്ക ലംഘനമായി തീരുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സാധാരണഗതിയിൽ മത്സരം ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. യുനാനിമസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് BJPയിലെ എല്ലാ നേതാക്കന്മാരും ചേർന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇതിന് സമാനമായൊരു സംഭവമാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നു. ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും എതിരായി മത്സരിക്കാം. കോൺഗ്രസിൽ എതിരായി മത്സരിക്കാൻ ആളുണ്ടായി എന്നതാണ് കോൺഗ്രസിലെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു കുറച്ചുകൂടി വിശാലമായൊരു മുഖം. ശശി തരൂർ മത്സരിക്കുന്നു. അദ്ദേഹം 1000-ലേറെ വോട്ടുകൾ പിടിക്കുന്നു. അതിൻ്റെ ഒരു തലമാണ്. എന്തായാലും BJPയിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ്. അത് അവരുടെ രീതിയാണ്, അവരുടെ പാർട്ടി അംഗീകരിച്ചതാണ്. നമുക്കത് കണ്ടു നിൽക്കുക അല്ലെങ്കിൽ അതാണെന്ന് മനസ്സിലാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. എന്തായാലും ചോദ്യം ഇതാണ്, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആകുന്നതിലൂടെ BJPയിൽ ആരാണ് ജയിച്ചത്? BJPക്കകത്തെ ഇപ്പോൾ ഗ്രൂപ്പിസം എന്ന് പൊതുവെ പറയാറുണ്ട്. പണ്ടേ പറഞ്ഞു കേട്ടിരുന്നത് V മുരളീധരനും PK കൃഷ്ണദാസും 2 ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് കേരളത്തിൽ സജീവമായി നിൽക്കുന്നത് എന്ന് സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PK കൃഷ്ണദാസിൻ്റെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ അങ്ങനെ സജീവമായി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. പകരം V മുരളീധരൻ്റെ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന K സുരേന്ദ്രൻ്റെ ഒരു ഗ്രൂപ്പാണ് വ്യാപകമായി പാർട്ടിയുടെ ഒരു നേതൃത്വം വഹിക്കുന്നതും പാർട്ടിയുടെ ഒരു സജീവ ഭാരവാഹിത്വമൊക്കെ അവരുടെ കയ്യിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും എതിരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആണ്. K സുരേന്ദ്രൻ്റെ പലപ്പോഴും പല നടപടികളിലും നമ്മളത് കണ്ടതാണ്, പല പ്രസ്താവനകളിൽ കണ്ടതാണ്. K സുരേന്ദ്രൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടി കേരള സംസ്ഥാന കമ്മിറ്റിക്ക് എതിരായി എന്ന് തോന്നുന്ന മട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലെ പ്രതിപക്ഷം എന്ന് വിളിക്കാവുന്ന ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. അവരാണെങ്കിൽ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിച്ച് ഗ്ലാമർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ജനസമ്മതി തെളിയിച്ചിട്ടുള്ള ഒരു നേതാവാണ് താൻ ശോഭാ സുരേന്ദ്രൻ. ഈ 2 കൂട്ടരാണ്. ഇവരുടെ പക്ഷത്ത് നിന്ന് പറഞ്ഞു കേട്ടിരുന്നത്, അങ്ങനെ രണ്ട് പക്ഷമാണ്, അത് 2 ഗ്രൂപ്പാണെന്നും വിളിക്കാനില്ല. പക്ഷേ 2 വിഭാഗമായി നിൽക്കാൻ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ അങ്ങനെ പ്രമുഖ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നത് ശരിയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പിന്തുണയുള്ള ചിലർ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാകും എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചില പേരുകളുണ്ട്. തീർച്ചയായിട്ടും 3-4 പേരുകൾ കേട്ടിരുന്നു. സുരേന്ദ്രൻ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ നിലവിലുള്ള നേതൃത്വത്തെ നിലനിർത്തണം. K സുരേന്ദ്രന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ വരെയുള്ള അവസരം കൂടി 2026 വരെ അദ്ദേഹത്തിന് അവസരം നീട്ടിക്കൊടുക്കണമെന്നാണ് നിലവിലുള്ള ഔദ്യോഗിക പക്ഷം എന്ന് കേരളത്തിൽ വിളിക്കാവുന്ന പക്ഷം ആവശ്യപ്പെട്ടത് എന്നാണ് പല മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. K സുരേന്ദ്രൻ ഒന്നുകിൽ സുരേന്ദ്രനെ തൽക്കാലത്തേക്ക് നിലനിർത്തുക, അതല്ല മാറിയേ തീരൂ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വന്നൊരു പേര് തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതേ പക്ഷത്തോ ഒക്കെ നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് അദ്ദേഹത്തിൻ്റെ പേര്. സജീവമായിട്ട് അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു എന്നാണ്. മത്സരിക്കാനോ അല്ലെങ്കിൽ ഏറ്റെടുക്കാനോ ഒക്കെ തയ്യാറായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത ഈ 2 പേരുകൾക്ക് അപ്പുറം പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് വന്നത് മറ്റ് 2 പേരുകളാണ്. തീർച്ചയായിട്ടും ഒന്ന് K സുരേന്ദ്രനും V മുരളീധരനും അല്ലെങ്കിൽ അതിനെ നേരിടാൻ എന്ന രീതിയിൽ വന്ന പേരുകൾ, ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്, മറ്റൊന്ന് AK രമേശാണ്. ഈ 2 പേരുകൾ കൂടി വന്നപ്പോൾ പാർട്ടിക്കാരായ 4 പേരുടെ പേര് വന്നു. അപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് 4 പേരുടെ പേര് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പോയിരുന്നു.
അല്ലെങ്കിൽ കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ വന്നത് ഈ 4 പേരുമല്ല. അതിനെ കേന്ദ്ര കമ്മിറ്റി മറികടന്നത്, കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന BL സന്തോഷ് എന്ന നേതാവിൻ്റെ കാർമ്മികത്വത്തിൽ കേന്ദ്ര കമ്മിറ്റി രൂപപ്പെടുത്തിയ പേരുകളിൽ ഈ 4 പേരുമില്ല. സുരേന്ദ്രനില്ല, മുരളീധരനില്ല, ശോഭാ സുരേന്ദ്രനില്ല, രമേശുമില്ല. കേന്ദ്രം തയ്യാറാക്കിയ പേരുകളൊക്കെ പാർട്ടിക്ക് പുറത്തുള്ള പേരുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ജയിച്ചോ? ഇല്ല. പിന്നെ ആരാണ്? പാർട്ടിക്ക് അതീതമായി പാർട്ടിയുടെ ബന്ധുക്കളായി പിൽക്കാലത്ത് വന്ന ശക്തികളെയാണ് കേന്ദ്രം പരിഗണിച്ചത്. ആദ്യം പരിഗണിച്ചത് സുരേഷ് ഗോപിയാണത്രേ, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ. സുരേഷ് ഗോപി നിഷ്കരണം തള്ളിക്കളഞ്ഞു അത്രേ, ഞാനില്ല എന്ന് അദ്ദേഹം സ്വമേധയാ വിസമ്മതം പ്രകടിപ്പിച്ചു. പിന്നെ രണ്ടാമത് വന്ന പേര് ജേക്കബ് തോമസിൻ്റെ പേരാണത്രേ. ജേക്കബ് തോമസ് തീർച്ചയായിട്ടും ബ്യൂറോക്രാറ്റായിരുന്ന ഉദ്യോഗസ്ഥനായി പിന്നീട് പാർട്ടിയിലേക്ക് വന്ന ജേക്കബ് തോമസിനെതിരെ വലിയ എതിർപ്പ് നേരിട്ടു എന്നാണ്. ജേക്കബ് തോമസിൻ്റെ പേര് കേന്ദ്ര കമ്മിറ്റി കേരള സംസ്ഥാന പ്രസിഡൻ്റായിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിനെതിരെ വന്നു. അതുകൊണ്ട് ജേക്കബ് തോമസിൻ്റെ പേരുമായിട്ട് ഇങ്ങോട്ട് വരാനേ, കേരളത്തിലേക്ക് പോകാനോ അവിടെ തന്നെ തീരുമാനമാക്കാനോ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്ന മൂന്നാമത്തെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നറുക്ക് വീണത്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പിസം അല്ല വിജയിച്ചത്. പിന്നെ ആര്? പരമ്പരാഗത പാർട്ടിക്കാരായ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന പാർട്ടി പ്രവർത്തകന്മാരുടെ ഗ്രൂപ്പും, മറുപക്ഷത്ത് പിൽക്കാലത്ത് പാർട്ടിയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പാർട്ടിയെ സേവിക്കാൻ വന്ന പാർട്ടിക്കതീതമായ പാർട്ടി ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയും ബാഹ്യശക്തികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടി ഈ പാർട്ടിയുടെ ബാഹ്യശക്തികൾ, അല്ലെങ്കിൽ നമ്മൾ പറയാവുന്നതുപോലെ പാർട്ടിക്കാരും സഹായികളും എന്ന് പറയാവുന്ന കൂട്ടത്തിൽ സഹായികളുടെ ഒരു പക്ഷം, വമ്പന്മാരായ സഹായികളുടെ പക്ഷം വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇനി അതല്ല, സാധാരണ പാർട്ടി പ്രവർത്തകൻ അങ്ങനെ വിജയിച്ചു എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള ആദ്യത്തെ ആരോപണം എന്തായിരിക്കും? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആദ്യത്തെ ആരോപണം, രാജീവ് ചന്ദ്രശേഖരന് എത്ര കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്ന വഴി ഏതാണ്? അദ്ദേഹം കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിൽ എത്തുന്നത്. അദ്ദേഹത്തിന് ആദ്യം തീർച്ചയായിട്ടും JDS ആണ്. നമുക്കറിയാവുന്നതുപോലെ ദേവഗൗഡയുടെ JDS ആണ് അദ്ദേഹത്തിന് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് കൊടുത്തത്. അന്ന് തന്നെ നമ്മൾ കേട്ട വാദമാണ് അത് പേയ്മെൻറ്റ് സീറ്റാണ്, അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയതാണ്. അല്ലെങ്കിൽ ജനതാദൾ എസ് അദ്ദേഹത്തിന് വിറ്റ സീറ്റാണ്, അതിലൂടെയാണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തിയതെന്ന് അന്ന് വളരെ എല്ലാവർക്കും അറിയാവുന്ന വാർത്തയായിരുന്നു, അങ്ങാടിപ്പാട്ടായിരുന്നു. പിന്നീട് JDSഉം BJPയും ചേർന്ന് അദ്ദേഹത്തെ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു. ഒടുവിൽ അദ്ദേഹം BJPയിൽ ചേർന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയോ പണമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ വേണമെങ്കിൽ വിമർശകർക്ക് ഇപ്പോൾ പണമാണ് വിജയിച്ചതെന്ന് പറയാം. ഒരു പടി കൂടി കടന്ന് പേയ്മെൻറ്റ് സീറ്റ് ആയി BJPയുടെ പേയ്മെൻറ്റ് സീറ്റായിരുന്ന രാജ്യസഭാംഗത്വം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സീറ്റായി വന്ന കേന്ദ്രമന്ത്രി പദവി, അദ്ദേഹം മന്ത്രി പദവി വിറ്റിരുന്ന, രാജ്യസഭാ സീറ്റ് വിറ്റിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് പദവി തന്നെ പേയ്മെൻറ്റായി അല്ലെങ്കിൽ വിൽപ്പന നടത്തിയിരിക്കുന്നു എന്ന ആരോപണവും BJP നേരിടേണ്ടി വരും. അതാണ് ഒടുവിലത്തെ ഒരു സംഭവവികാസം. ഇനി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കണക്കെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല ബിസിനസ്സുകാരനാണ്, ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ മേഖല. പക്ഷേ ബിസിനസ്സിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം BJP പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ എല്ലാവരും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒക്കെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത കഥകളൊക്കെ വെളിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സൈബർ സഖാക്കൾ ഉൾപ്പെടെ എല്ലാവരും, സൈബർ പോരാളികളാകെ എല്ലാ സഖാക്കൾ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രമൊക്കെ പരതി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വന്ന ആദ്യത്തെ ആരോപണം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്പനി BPL ആണ്, BPL മൊബൈലിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനി ജൂപ്പിറ്ററാണ്. BPL അദ്ദേഹത്തിൻ്റെ അമ്മോശൻ എന്ന് ഞങ്ങൾ പറയുന്നത് ശ്വശുരൻ അല്ലെങ്കിൽ ഭാര്യാപിതാവിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെയും കുടുംബത്തെയും പാപ്പരാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ കമ്പനിയെ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം തകർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജൂപ്പിറ്റർ തുടങ്ങിയത് ആരോപണമുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ അത് വലിയ തോതിൽ ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് പടവെട്ടിയാണ് അദ്ദേഹത്തിൻ്റെ അളിയന്മാർ ആ കമ്പനിയെ പതുക്കെ
രാജീവ് ചന്ദ്രശേഖർ തകർത്തു കൊടുത്ത കമ്പനിയെ BPLനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ അളിയന്മാർ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ എന്താണ് പണി? ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനി. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. അവർ ചെയ്യുന്നത് ആവശ്യമുള്ള ലോകത്തിലെ ലാഭകരമായ വ്യവസായത്തിൻ്റെയൊക്കെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയിട്ട് ഓൺ ചെയ്യുക, ആ കമ്പനികളുടെ മുതലാളിമാരായി മാറുക. അങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നത്. നല്ല ഷെയർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു മേധാവിത്വപരമായ പങ്കുണ്ട് രാജീവ് ചന്ദ്രശേഖരന്. ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നൊരു കാര്യം, പ്രതിപക്ഷത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പറഞ്ഞു, അവരും പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പലരും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് BJP ഐഡിയോളജി ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ, ഹിന്ദുത്വ ഐഡിയോളജി ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം വന്നിരിക്കുന്നു എന്നതാണ് വേണമെങ്കിൽ അതും ഒരു വലിയ വിമർശനമായിട്ട് ഉന്നയിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP ഐഡിയോളജി ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ ഇല്ലാത്ത ഒരാൾ കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൗണ്ടർ ഉടനെ വരും. 2023 ഏറ്റവും ഒടുവിൽ വിദ്വേഷ പ്രസ്താവനയ്ക്ക് കേരള പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ ഒരു ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ അത് കൃത്യമായി വർഗീയമായി ചേരിതിരിക്കുന്ന മട്ടിൽ, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മട്ടിൽ, കലാപത്തിന് പ്രേരിപ്പിക്കുന്ന മട്ടിലുള്ള പ്രസ്താവന ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ അറിയാതെയും അന്വേഷിക്കാതെയുമാണ് പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അതിന് കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ദോഷങ്ങളൊന്നുമുള്ള ഒരാളല്ല എന്ന് നമ്മുടെ പ്രതിപക്ഷം പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ BJP ഇതര കക്ഷികൾ പറയുമ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ചില വൈരുദ്ധ്യങ്ങൾ, അപകടങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒടുവിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെയായാലും ആര് ജയിച്ചു ആര് തോറ്റു എന്ന തർക്കമൊക്കെ BJPക്കകത്ത് നടക്കട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ BJPക്ക് എന്ത് ഗുണമുണ്ടാകും? BL സന്തോഷിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര BJP അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താവാം? എന്ത് ഗുണമാണ് പ്രതീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിന് മെറിറ്റായി പറയുന്ന ഒന്ന്, തിരുവനന്തപുരത്ത് പ്രഗത്ഭനായ ശശി തരൂരിനെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽവിയുടെ വക്കോളം എത്തിച്ചു ശശി തരൂരിനെതിരെ വലിയ വോട്ട് പിടിച്ച് മുന്നേറി എന്നതാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ചെറിയ കാര്യമല്ല. എന്നാൽ അതിന് കാരണമായി പറയുന്ന ചിലതുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ IT മേഖലയിൽ കേന്ദ്രമന്ത്രി, കേന്ദ്രത്തിൽ അദ്ദേഹം വഹിക്കുന്ന വകുപ്പ് ഇലക്ട്രോണിക്സും ITയുമാണ്. തീർച്ചയായിട്ടും ആ മേഖല കൈയാളാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അത് ഒരു പ്രധാന യോഗ്യതയായാൽ ചെറുപ്പക്കാരെ, ടെക്കികളെ ഒക്കെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനത് കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ തന്നെ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിൽ മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു കാലത്തും അവിടെ തെരഞ്ഞെടുപ്പുകൾ സജീവമായി കാണാത്ത ടെക്കികളെ, IT വിഭാഗത്തിനെ, പുതിയ ജനറേഷനെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് BJPയുടെ സംസ്ഥാനത്തെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ, മെട്രോ സിറ്റി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിഞ്ഞൂടാ, എന്തായാലും തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഈ IT ജനറേഷനെ സ്വാധീനിക്കാൻ പറ്റിയത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് പക്ഷേ കേരളത്തിലൊട്ടാകെ, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ തൊട്ട് നഗരങ്ങളിൽ വരെ BJPയുടെ നില മെച്ചപ്പെടുത്താൻ, വോട്ട് വർദ്ധിപ്പിക്കാൻ, BJPയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു നഗരമണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ച് ഏതാനും പെർസെൻറ്റേജ് വോട്ട് കൂട്ടാൻ സാധിച്ചു എന്ന മാനദണ്ഡം എങ്ങനെയാണ് BJP എന്ന പാർട്ടിയെ വളർത്താൻ ഉപകരിക്കുക എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണത്. അത് വലിയ അബദ്ധമായി തീരില്ലേ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. 2, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്? കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് പണ്ട് 48 തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും നമുക്കറിയാം, മലയാള ഭാഷാഭിമാനികളാണ് മലയാളികൾ. തീർച്ചയായിട്ടും മലയാളത്തിൽ ഇപ്പോഴും ഇംഗ്ലീഷ് എത്ര ജനകീയമായി തീർന്നാലും മലയാളക്കരയിൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഇഷ്ടഭാഷയാണ്, അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷയാണ്. അവരോട് സംസാരിക്കാൻ മലയാളത്തിൽ സാധിക്കണം. എന്നാൽ മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പാണ്. BJP ആര് ചെയ്താലും സംസ്കാരത്തെ വിലമതിക്കുന്ന, ഭാരതീയ സംസ്കാരത്തെ, കേരളീയ സംസ്കാരത്തെ അങ്ങേയറ്റം ആദരിക്കുന്ന BJPയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും മലയാളം അറിഞ്ഞുകൂടാത്ത ഒരാളെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നിശിതമായ ഒരു വിമർശനം ആയിട്ട് ഉന്നയിക്കേണ്ടത്.
അങ്ങനെ വന്നാലുള്ള അപകടം എന്താണ്? മലയാളം അറിയാത്ത ഒരാൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്ന ഏത് പാർട്ടിയുടെയും, കേരളത്തിലെ ഏത് പാർട്ടിയുടെയും തലപ്പത്ത് മലയാളം അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നാൽ ഉണ്ടാകാവുന്ന ആദ്യത്തെ അപകടം പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും. പിൻസീറ്റ് ഡ്രൈവിംഗ് നടക്കും. അതിപ്പോൾ തന്നെ ഇപ്പോൾ BJPയിൽ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട്, തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ തിരുവനന്തപുരത്തായിരിക്കെ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന് കേരളത്തിലെ പാർട്ടിയെ നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പിൻസീറ്റിൽ ആരെങ്കിലും ഉണ്ടാവണം. ബലമായ ആളുകൾ പല കാരണങ്ങളാൽ സംശയിക്കുന്ന ഒരു പേര് VV രാജേഷിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വരവും ചെലവും ഒക്കായിക, നോക്കി നിൽക്കെയുള്ള സാമ്പത്തിക വളർച്ച, ഇതൊക്കെ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ വന്നതാണ്, ഞാനായിട്ട് ഉന്നയിക്കുന്നതല്ല. അതുകൊണ്ട് VV രാജേഷിൻ്റെ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആയി തീരുമോ ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലം എന്നൊരു ശങ്ക ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ അതിനൊക്കെ അതീതമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമെങ്കിൽ സംഭവിക്കാനിടയുള്ള അടുത്ത കാര്യം ഒരു ട്യൂട്ടർ ഭരണം നടക്കും. ട്യൂഷൻ മാസ്റ്റർമാരാണ് പലപ്പോഴും. ട്യൂഷൻ ടീച്ചേഴ്സ് ഭരിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എത്രയോ പേര് അങ്ങനെയുണ്ട്, ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് എന്നുവെച്ചാൽ രാഷ്ട്രീയവുമായി പ്രത്യക്ഷത്തിൽ ഇടപെടാത്ത, മണ്ണിൽ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ലാത്ത, അക്കാഡമിക്കായിട്ട് അല്ലെങ്കിൽ മീഡിയയിലൂടെ ഈ രാഷ്ട്രീയം പഠിച്ചിട്ട് രാഷ്ട്രീയം അനലൈസ് ചെയ്തിട്ട് അതാത് കാലത്തെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ ട്യൂഷൻ മാസ്റ്റർമാരായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ അപകടം അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി അനുഭവിക്കുന്നുണ്ടാവും, മോദിജി ഒരു പരിധി വരെ അനുഭവിക്കുന്നുണ്ടാവും, കേരളത്തിൽ പിണറായി വിജയൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി ട്യൂട്ടർമാരാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. ഒടുവിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് പരിഗണിച്ച് മാത്രമല്ല, ഒറ്റ സാധ്യതയുള്ള ഒറ്റ കാരണമായിരിക്കണം, പ്രധാനപ്പെട്ട ഒരു കാരണമായി BJP കണ്ടത്. അത് കേരളത്തിൽ ഇനി ഈ ഗ്രൂപ്പ് ഒന്ന് അവസാനിപ്പിച്ച് കളയാം എന്ന് അദ്ദേഹം വ്യാമോഹിക്കുന്നുണ്ടാവും, എന്ന് പാർട്ടി കരുതുന്നുണ്ടാവും. ഗ്രൂപ്പ് അവസാനിപ്പിച്ച് കളയാം. അത് സാധ്യമാണോ? സംഭവിക്കുക എന്താണ്? ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നാണ്. കേരളത്തിലെ BJPയിലെ എല്ലാ ഗ്രൂപ്പുകളും, പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി ഉണ്ടാവാനിടയുള്ളതുമായ എല്ലാ ഗ്രൂപ്പുകളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കൂടെ നിർത്തി സ്വജനം എന്ന് പറയുന്ന ആശ്രിത വത്സലന്മാരായ നേതാക്കന്മാർക്ക് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പീസ് അങ്ങനെ ഉണ്ടായതാണ്. കരുണാകരനും AK ആൻ്റണിയും അങ്ങനെ ഉണ്ടായതാണ്. എല്ലാ കാലത്തെയും കോൺഗ്രസിലെ ഗ്രൂപ്പീസ് അങ്ങനെ ഉണ്ടായതാണ്. എല്ലാ പാർട്ടികളിലെയും ഗ്രൂപ്പീസ് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർക്കാണ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുക. ജനങ്ങളോടൊപ്പം നിന്നല്ലാതെ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പീസ് അവസാനിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തതെങ്കിൽ പരമ അബദ്ധമായി തീരും. കാരണം അദ്ദേഹത്തിന് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് ചെന്ന് ജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല. അവരെന്താണ് പ്രതികരിക്കുന്നതെന്ന്, അവരുടെ പ്രതികരണങ്ങൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ പരിഭാഷകന്മാർ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഒന്നുകിൽ അവർ കൂലിക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ താല്പര്യക്കാരായിരിക്കും. ഇങ്ങനെ വന്നാലും പാർട്ടിയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് കൊണ്ട് സാധിക്കില്ല. ഇനി ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വരുന്നതിൻ്റെ പിന്നിൽ ഒരു നെക്സസ്, തീർച്ചയായിട്ടും ഒരു അന്തർധാര വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അത് പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ BJPയുടെ സഹായം ആവശ്യമുണ്ട്. BJPയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ്. BJPക്ക് ഏതാനും സീറ്റുകൾ തൽക്കാലം, BJPക്ക് കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനോ കേരളം ഭരിക്കാനോ ഉള്ള പദ്ധതിയൊന്നും സമീപകാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. 3-4 തെരഞ്ഞെടുപ്പുകൾക്കുള്ളിലൊന്നും അവരുടെ അജണ്ടയിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ തൽക്കാലം 10-15 സീറ്റുകൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം CPMമായി ചേർന്ന് നടക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ആരാണ് ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ പിണറായി വിജയനും ഇടതുപക്ഷവുമാണ്. കാരണം അവർക്ക് ജയിക്കാൻ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ ആണ് ഈ വരവ്. ആ വരവിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ പദ്ധതിയുണ്ട്, പഠനമുണ്ട്, പ്രോജക്റ്റുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ ഈയിടെ ഞങ്ങൾ തന്നെയും വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡൻ്റാവുന്നതിലൂടെ ആരാണ് ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ. ആരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രാഥമികമായ നമ്മുടെ നിരീക്ഷണങ്ങൾ, വിശകലനങ്ങൾ നമ്മളോട് പറയാൻ പ്രേരിപ്പിക്കുന്നത്.
തീർച്ചയായിട്ടും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ രണ്ട് ശക്തികൾ വിജയിക്കുന്നു, ഈ രാഷ്ട്രീയ അന്തർധാരകൾ വിജയിക്കുന്നു, BJPയുടെ രാഷ്ട്രീയം പരാജയപ്പെടുന്നു എന്നാണ് ഒന്ന്. രണ്ട്, മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ അധ്യക്ഷ പദവി പോലും വിൽക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു. മൂലധനം ജയിക്കുന്നു, പാർട്ടി തോൽക്കുന്നു. ഈ നിരീക്ഷണങ്ങൾ പ്രാഥമികമായി ഇങ്ങനെ പ്രകടിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മാധ്യമ കേരളം തീർച്ചയായും അത് ചെയ്യും. നന്ദി.